പല സ്റ്റേറ്റുകളിലും പല ഭവനങ്ങളിലുമായി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹീതമായ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കർത്താവിന്റെ ദാസിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഹൃദയം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നേരുള്ളതും കൈവെടുപ്പുള്ളതുമാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പാദപീഠത്തിൽ ചേരുന്ന ദൈവം ഇതിന് ഹല്ലേലൂയ വിടുതലുണ്ട് എന്ന് കർത്താവിന്റെ ദാസിയിലൂടെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിച്ചതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരല്പസമയത്തെ ചിന്തയ്ക്കും ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്കായി എടുത്ത വിഷയത്തോടുള്ള ബന്ധത്തിലും ഹല്ലേലൂയ ഒരു ആത്മീയ ദൂത് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ഇരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 28-ാം വാക്യമാണ് കുറിവാക്യമായി ആ ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ വാഗ്ദത്തം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ ആദ്യ പ്രസംഗത്തിന്റെ കാതലായ വിഷയവും ഇത് തന്നെയായിരുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, അവരുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്നുള്ള ആളുടെ വാഗ്ദത്ത ദൂത് നിവർത്തിയായത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആളുടെ കൂടി വന്നിരുന്ന 120 പേരുടെ മേൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 120 മേൽ ദൈവശക്തി ഇറങ്ങി വന്നപ്പോഴാണ് ആ വാഗ്ദത്ത ദൂത് നിവർത്തിച്ചത്. 3600 പരം വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാർ അരുളി ചെയ്ത, യോവേൽ പ്രവാചകൻ അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം ആളുടെ കാലങ്ങൾക്ക് ശേഷം നിവർത്തിയായെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനൊരു ആത്മീയ ദൂത് ദൈവത്തോട് വിളിച്ചു പറയാം. എത്ര വർഷം പഴക്കം ചെന്നാലും എന്റെ തമ്പുരാൻ നിന്നോട് ഈ വാക്ക് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയോട് നിവർത്തിയാലും, കാരണം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ഒരു വാക്കുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ വാക്കാണ്, എന്റെ ദൈവത്തിന്റെ വാക്കാണ്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഇതിനെ പ്രാർത്ഥനയോടെ കാത്തിരിക്ക്. ആളുകൾ കാലങ്ങൾ മാറിയാലും, പറഞ്ഞ വ്യക്തി മാറിപ്പോയാലും, ആളുകൾ ഇന്ന് പകൽക്കാലം പറഞ്ഞവൻ മാറുകയില്ല. ആരാണോ വാഗ്ദത്തം പറയിപ്പിച്ചത്, ആരാണോ ദൂത് പറയിപ്പിച്ചത്, ആ പറഞ്ഞവൻ ഒരിക്കലും മാറുന്ന ദൈവമല്ല. അവൻ തക്ക സമയമാകുമ്പോൾ അവന്റെ വാഗ്ദത്ത നിവർത്തി പൂർത്തീകരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് 12-ാം അധ്യായത്തിൽ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. കാരണം അവൻ വാഗ്ദത്തം പറയുന്നവൻ മാത്രമല്ല, അവൻ വാഗ്ദത്ത നിവർത്തിയിലേക്ക് കൊണ്ടുവരുന്നവനാണ്. പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ നിന്നെ സൗഖ്യമാക്കുമെന്ന്, എന്റെ അടിപ്പിണരുകാൻ നിനക്ക് സൗഖ്യമുണ്ടെന്ന് എന്റെ തമ്പുരാന്റെ വാക്ക് നീ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, അവന്റെ വാക്ക് നിവർത്തിയാകുക തന്നെ ചെയ്യും. കാരണം അവൻ വാക്ക് മാറുന്ന ദൈവമല്ല. ഇവിടെ യോവേൽ പ്രവാചകൻ ഈ ദൂത് പറയുവാനൊരു സാഹചര്യമുണ്ട്. യോവാശ് രാജാവിന്റെ കാലത്താണ് ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്ന ആത്മീയ അനുഭവമുള്ള ദൈവമക്കൾ, ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവം തന്റെ ദൈവമെന്നും ജനം തന്റെ ജനമെന്നും ദൈവവും ജനവും ഒരേപോലെ വിളിച്ചു പറയുന്ന കാലഘട്ടത്തിൽ അവരോട് യോവേൽ പ്രവാചകൻ പറയുന്ന ഒരു ദൂത നമ്മൾ വായിച്ചു കേട്ടത്. ആ കാലഘട്ടത്തിൽ ആത്മീയ അന്തരീക്ഷമൊക്കെ തണുത്തുപോയി. വല്ലാത്ത ഒരു രീതിയിൽ ദൈവത്തിന്റെ ജനം, ആരാധനയുള്ള ജനം, ആലയത്തിൽ കടന്നു വരുന്ന ജനം ആത്മീയ അനുഭവങ്ങളെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരു കാലഘട്ടം. ദൈവത്തിലെ ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും ഒക്കെ തുല്യമായ രീതിയിൽ ചിന്തിക്കുവാൻ കഴിയുന്ന കാലഘട്ടമാണ്. സമ്പത്തും പദവികളും മത്തുപിടിപ്പിച്ച് ജീവിക്കുക. മദ്യപാന്മാരെ നമുക്കറിയാം, മദ്യമം അകത്തായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒരു ബോധവും ഇല്ല. ഇതേപോലെ ആ കാലഘട്ടത്തിൽ സമ്പത്തും പദവികളും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെ മത്തുപിടിപ്പിച്ചു. മുമ്പിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് തിരിച്ചറിവില്ലാതായി പോയി. ആരാധനകൾ ചടങ്ങായി പോയി. ആലയത്തിനകത്ത് ആഘോഷം മാത്രമായി പോയി. ഇങ്ങനെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു ജീവിക്കുന്ന ഒരു കാലഘട്ടം. ദൈവം സന്ദർശനം അയക്കുകയാണ്. ദൈവത്തിന്റെ സന്ദർശനത്തെ കുറിച്ചാണ് ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്നത്. അതെ, അവർ വിതച്ച വിത്ത് തുള്ളൻ വരുന്നു, തുള്ളൻ വന്ന് നശിപ്പിക്കുന്നു. അവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് വെട്ടുക്കിളി അയച്ചു, അവർക്ക് മനസ്സിലായില്ല. വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ വന്നു തിന്നു, പച്ചപ്പുഴ തിന്നു. ഇതൊന്നും മനസ്സിലാകുന്നില്ല. ദൈവം നിരന്തരം ഓരോ സന്ദർശനം അയക്കുന്നു. എന്തിനാ സന്ദർശനം അയക്കുന്നത്? നിങ്ങൾ ദൈവമുഖം അന്വേഷിച്ച് നിങ്ങൾ മടങ്ങി വരണം. ആത്മീയ അനുഭവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ആരാധനയിലേക്ക് മടങ്ങി വരണം. ആലയത്തിനകത്ത് ആഘോഷമല്ല വേണ്ടത്, ആലയത്തിനകത്ത് യാഗമാണ് വേണ്ടത്. ഇതിലെ ഇന്നത്തെ കാലഘട്ടവും ഇത് തന്നെയാണ്.
ആലയത്തിനകത്ത് ആഘോഷമാണ്. ആരാധനകൾ ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്ലബ് രീതിയിൽ നമ്മുടെ ആരാധനകൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ആരാധനാലയത്തിനകത്ത് ആഘോഷമല്ല, ആരാധനാലയത്തിനകത്ത് യാഗമാണ് വെളിപ്പെടേണ്ടത്. യാഗത്തിനകത്താണ് ആരാധന, യാഗത്തിനകത്താണ് സമർപ്പണം, യാഗത്തിനകത്താണ് അനുതാപം, യാഗത്തിനകത്താണ് മനസ്താപം, യാഗത്തിനകത്താണ് ഏറ്റുപറച്ചിൽ, യാഗത്തിനകത്താണ് ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവിക വിടുതൽ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ 4-ാം വാക്യം വായിച്ചാൽ ഹല്ലേലൂയ, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വെട്ടിൽ തിന്നു, വെട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴ തിന്നു. ഹല്ലേലൂയ. ഇതൊന്നും അറിയാതെ മദ്യപാന്മാര് മദ്യപിച്ച് കിടക്കുന്നത് പോലെ ഹല്ലേലൂയ സമ്പത്തിന്റെ നടുവിലും ഹല്ലേലൂയ പദവിയുടെ നടുവിലും മദ്യപിടിച്ച് ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അത് അവിടെ ഭൗതിക വിഷയം മാത്രമല്ല. 16-ാം വാക്യം പറയുന്നത് ഹല്ലേലൂയ ദൈവവിശ്വാസം നോക്കണമേ, നമ്മുടെ കണ്ണിന് മുൻപിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസവും അറ്റുപോയി. കണ്ടോ, അവരുടെ ജീവിത മണ്ഡലങ്ങളിൽ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവിക സന്ദർശനം അയക്കുമ്പോഴും തിരിച്ചറിയുന്നില്ല. സന്തോഷം അനുഭവിക്കേണ്ട ആരാധനാലയങ്ങളിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 16-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും ഒക്കെ അറ്റുപോയി. നമുക്ക് ദൈവത്തിന്റെ ഇതിലെ വിത്ത് കട്ടകളുടെ ഇടയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വളർന്നു വരേണ്ടവരെല്ലാം ഇപ്പോൾ എവിടെ കിടക്കുകയാ? വളരുവാനുള്ള സാഹചര്യമില്ലാതെ ആലയത്തിനകത്ത് അമർന്നു കിടക്കുകയാ. ഈ കാലഘട്ടം അതല്ലേ? ആലയത്തിനകത്ത് കടന്നു വരുന്നവർക്ക് സന്തോഷിക്കാൻ വകയില്ല. ദൈവത്തിന്റെ ഉല്ലാസമില്ല. നമ്മുടെ ആഘോഷങ്ങളാണ്, നമ്മുടെ വിരുദ്ധകളാണ്. ദൈവത്തിന്റെ ഉല്ലാസമില്ല. രോഗികൾ സൗഖ്യമാകുന്നില്ല. ദൈവം ഇടപെടുന്നില്ല. ദൈവം തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നില്ല. തിരുത്തപ്പെടുവാനുള്ള ആഹ്വാനങ്ങളില്ല. പ്രമാണത്തിലേക്ക് മടങ്ങി വരുവാനുള്ള നിർദ്ദേശങ്ങളില്ല. സമർപ്പണമില്ല, അനുതാപമില്ല. അതുകൊണ്ട് തന്നെ രോഗസൗഖ്യമില്ല, ഭൂതങ്ങൾ മാറുന്നില്ല, ആത്മീയ ബന്ധനങ്ങൾ അഴിയുന്നില്ല. ദൈവം ഇതിലെ അത് മാത്രമല്ല, വിത്തുകൾ കട്ടകളുടെ ഇടയിൽ കിടക്കുകയാ. എന്താ വിത്ത്? വളരേണ്ടത്. എന്താ വിത്ത്? ഫലം വരുത്തേണ്ടത്. ആരാണ് ആ വിത്തുകൾ? ദൈവം നമുക്ക് തന്ന ദാനങ്ങളായ തലമുറകളാണ്. ആ തലമുറകളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാ? വളരുവാൻ സാഹചര്യമില്ലാതെ ആലയത്തിനകത്ത് കട്ടകളുടെ ഇടയിൽ കിടക്കുകയാണ്. എന്നാൽ നമുക്കറിയാം ദൈവം പറഞ്ഞിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഞാൻ എന്റെ പ്രിയതമൻ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാകും നല്ല കുന്നിന്റെ മുകളിൽ. എന്നിട്ട് എന്താ ആദ്യം ചെയ്യുന്നത്? ഞാൻ അവിടുത്തെ കട്ടകൾ എടുത്തെന്തു ചെയ്യും? പുറത്തു കളയും. കാരണം കട്ടകൾ ഉള്ളിടത്ത് വളരുവാൻ സാധ്യമല്ല. ദൈവം ഇതിലെ ഇന്ന് പകയും പിണക്കവും കോപവും ക്രോധവും ശാഠ്യവും മത്സരവും ദ്വന്ദ്വപക്ഷങ്ങളും അസൂയയും അതേ മദ്യപാനവും വരക്കുത്തുകളും എല്ലാം നമ്മുടെ ആലയത്തിനകത്ത് തന്നെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞിന് വളരുവാൻ സാഹചര്യമില്ല. ആ കട്ടകളുടെ അടിയിൽ കിടന്ന് അവൻ ഞെരുങ്ങുകയാണ്. അവിടെ മാത്രമല്ല, ആ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ധാന്യം കരിഞ്ഞു പോയിരിക്കുകയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. കണ്ടോ ദൈവത്തിന്റെ മക്കളെ? ജനത്തിന് കൊടുക്കുവാനുള്ളതൊന്നും വെളിപ്പെടുന്നില്ല. ജനത്തിന് ഭക്ഷിച്ച് ബലപ്പെടുവാനുള്ള ധാന്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നോക്കിയാട്ടെ, ഇസ്രായേൽ മക്കളുടെ പരിതാപകരമായ അവസ്ഥ നിങ്ങൾ കണ്ടോ? അവരിതൊന്നും അറിയുന്നില്ല. അവര് പദവികളും സമ്പത്തും വീടും ജോലിയും ഒക്കെ അവരെ വേറൊരു മത്തു പിടിപ്പിക്കുന്ന അനുഭവത്തിലേക്ക്, ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ മദ്യപിച്ചു കിടക്കുന്നവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ഇത് പഴയ നിയമമല്ലേ പാസ്റ്ററെ എന്ന് ചോദിച്ചാൽ അല്ല കുഞ്ഞെ. പുതിയ നിയമത്തിൽ നമുക്കറിയാം, കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനെന്ന് പറയുന്ന കർത്താവിനോട് ചേർന്നിരുന്ന ദൈവദാസന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് വരാൻ പോകുന്ന സഭകളെ കുറിച്ച് ദൂത് പറയാൻ പറഞ്ഞു. ദൂത് എഴുതാൻ പറഞ്ഞു കൊടുത്തു ദൈവം. അങ്ങനെ എഴുതി കൊടുത്ത ആ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ലവോദിക്ക സഭയോട് ദൂത് പറയുമ്പോൾ, 3-ാം അധ്യായത്തിൽ ലവോദിക്ക സഭയോട് ദൂത് പറയുമ്പോൾ എന്താ ഇത് സഭയുടെ അവസ്ഥ? ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല. കണ്ടോ? ആരാധനയ്ക്ക് പോകുന്നുണ്ട്. ആരാധനയുണ്ടോ? ഇല്ല. സ്തോത്രവും സ്തുതിയും പാട്ടുകൊണ്ടോ? ഉണ്ട്. പക്ഷെ അനുതാപമുണ്ടോ? ഇല്ല. ആരാധനയുണ്ടോ? ഉണ്ട്. പക്ഷെ വിടുതലുണ്ടോ? ഇല്ല. നീ ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ലാത്ത ഒരു അനുഭവം. ദൈവം ഇതിലെ പഴയ തലമുറ അനുഭവം കൊണ്ട് ആരാധിച്ചെങ്കിൽ
പിന്നീടുള്ള തലമുറ അനുകരിക്കാൻ തുടങ്ങി. എന്നാൽ ഇന്നത്തെ തലമുറ അനുഭവമില്ല, അനുകരണവുമില്ല. ഇന്നത്തെ തലമുറ അഭിനയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പൈതൽ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തോടെ ദൈവത്തെ ആരാധിച്ചവർ അല്ലെങ്കിൽ ഇന്ന് അനുഭവം മാറിപ്പോയി. ഇന്ന് അഭിനയം മാത്രമായി മാറി. സമയക്ലിപ്തമായി ഇത്ര മണിക്ക് ചെല്ലുക, ഇത്ര മണിക്ക് നിൽക്കുക, ഇത്ര പാട്ട് അത് നേരത്തെ പ്രാക്ടീസ് ചെയ്യുക, അത് പാടുക, അത് പാടി പ്രസംഗിക്കുക, അവസാനിപ്പിക്കുക, പോരുക. അല്ലെങ്കിൽ ആത്മാവിന്റെ ജ്വലനങ്ങളൊന്നുമില്ല, അന്യഭാഷയുടെ ആരാധനയില്ല, ആത്മാവ് കൊടുക്കുന്ന ദൂതുകളില്ല. ദൈവത്തിന്റെ പൈതൽ നമ്മൾ പരാജയപ്പെടുകയാണ്. ദൈവസഭകൾ പരാജയപ്പെടുകയാണ്. ദേശത്തെ വീണ്ടെടുക്കേണ്ട, ജനത്തിന് വിടുതൽ കൊടുക്കേണ്ട, മുടന്തനെ നടത്തേണ്ട, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കേണ്ട, ആൽ ബന്ധനത്തിലിരിക്കുന്നവരെ അടിച്ചുവിടേണ്ട ദൈവസഭകൾ പരാജയപ്പെടുകയാണ്. ഈ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ആയിരുന്നെങ്കിൽ ഇത് രണ്ടിലേതെങ്കിലും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇനി ഉഷ്ണവാനുമല്ല ശീതവാനും അല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ വായിൽ നിന്ന് തൊയ്യും, ൂമിണ്ണുകളെയും. ദൈവവൈതലേ, ആൾ ദൈവസഭ എന്നുള്ള പേര് ആളുകൾ പറയുവാൻ പല സഭകൾക്കും പറ്റുകയില്ല. പല സഭകളും സംഘടനകൾ മാത്രമാണ്. ഉഷ്ണവാനുമല്ല ശീതവാനും അല്ലെങ്കിൽ അതൊന്നും ദൈവത്തിൻ്റെതല്ല. ദൈവത്തിന്റെ വാഗ്ദത്തം അതിന് മേലില്ല, ദൈവത്തിന്റെ ആധിപത്യം അതിന്റെ മേലില്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ ഉഷ്ണവാനോ ശീതവാനോ ആയിരുന്നെങ്കിൽ കൊള്ളമായിരുന്നു. എന്നാൽ ഉഷ്ണവാനും ശീതവാനും അല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ എന്റെ വായിലും തൊയ്യും, ഉമിണ്ണുകളെയും. എന്നാൽ ഇതെല്ലാം പറഞ്ഞാൽ സമ്മതിക്കുമോ എന്നുള്ള നമ്മുടെ ആളുകൾ? അവര് പറയുന്ന വാക്കവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ശ്രദ്ധിക്കണം ഇതില് ഇന്ന് പറയുന്നത് എന്താണ്? എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. ഞാൻ പോസ്റ്റ് പ്രാർത്ഥിച്ചു, എന്റെ ദൈവം വിടുവിച്ചു, എനിക്ക് വീട് കിട്ടി, എനിക്ക് ജോലി കിട്ടി, എനിക്ക് രോഗസൗഖ്യം കിട്ടി, എന്റെ കുടുംബം നോക്ക്, എന്റെ ഭവനം നോക്ക്, എനിക്ക് സമ്പത്ത് കണ്ടോ, എന്റെ ജോലി നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് നെളിയുകയാ. പക്ഷെ സ്വർഗം തിരിച്ചു പറയുക, നീ ഇതൊക്കെ പറയുമ്പോഴും നീ ആരാണെന്ന് അറിയാമോ? നീ നിർഭാഗ്യവാനാണ്, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ്, നീ അരിഷ്ടനാണ്. കണ്ടോ ദൈവത്തിന്റെ വൈതലേ? ഇന്ന് പകൽക്കാലം പല സാക്ഷ്യങ്ങളും ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയാ, നീ നിർഭാഗ്യവാനാടാ കുഞ്ഞെ. നിനക്ക് സമാധാനമുണ്ടോ? വീടുണ്ട്, പക്ഷെ സമാധാനമുണ്ടോ? നിന്റെ തലമുറയെ ഓർക്കുമ്പോൾ നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ടോ? നീ അരിഷ്ടനാ കുഞ്ഞെ, നീ ദരിദ്രനാ കുഞ്ഞെ. കണ്ടോ ദൈവത്തിന്റെ പൈതലേ, ഈ അവസ്ഥയിലേക്ക് ദൈവസഭകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സഭയെ കുറിച്ച് പറയുന്നത് ജീവനുണ്ടെന്ന് പേരുണ്ടേ ഉള്ളൂ, പക്ഷെ എന്താണ്? സ്വർഗം നോക്കുമ്പോൾ മരിച്ചവരാണ്. ആത്മമണ്ഡലങ്ങൾ മരിച്ച പലരുമെന്ന് ആരാധനയ്ക്കകത്തുണ്ട്, പ്രസംഗിക്കുന്നവരുടെ പദവിയിലുണ്ട്, നേതാക്കന്മാരുടെ പദവിയിലുണ്ട്. പക്ഷെ സ്വർഗം ഇവിടുത്തുകാർ പറയും ജീവനുള്ളവനെന്ന്, പക്ഷെ സ്വർഗം പറയുന്നു അവനും മരിച്ചവനാണ്. ദൈവത്തിനെ മരിച്ചവരുടെ പ്രാർത്ഥന, മരിച്ചവരുടെ ആരാധന ദൈവത്തിനു വേണ്ട എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്നാൽ ഞാൻ മടങ്ങി വരട്ടെ, എന്റെ സമയം മടങ്ങി വരട്ടെ. ഇവിടെ ഈ അനുഭവത്തിൽ കിടക്കുകയാണ് ഇസ്രായേൽ മക്കൾ. യോവാശ് രാജാവിന്റെ കാലത്ത് ഈ അനുഭവത്തിൽ കിടക്കുകയാണ്, മത്ത് പിടിച്ചു കിടക്കുകയാ. ദൈവം സന്ദർശനം അയക്കുന്നു. വെട്ടിക്കിളിയെയും പച്ചപ്പുഴുവിനെയും തുള്ളനെയും വിട്ടിലിനെയും ഒക്കെ അയക്കുക. നമ്മൾ പറയുന്ന ഒരു ഭാഷയുണ്ട്, ഇതെല്ലാം പിശാച് ചെയ്യുന്നതാണെന്നാ. ഈ നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം പിശാചിന്റെ മേളിൽ നമ്മൾ കുറ്റം ചുമത്തുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ദൈവം അയച്ചു, ഞാൻ എന്റെ സൈന്യത്തെ, എന്റെ സൈന്യമായ വെട്ടിക്കിളിയെ ഞാൻ അയച്ചു, പച്ചപ്പുഴുവിനെയും തുള്ളനെയും ഞാൻ അയച്ചു, പക്ഷെ നിങ്ങളോ അറിഞ്ഞില്ല. അപ്പോൾ ആരാ അയച്ചത്? ദൈവമാണ്. ദൈവം ഇതിനെ നീ മടങ്ങി വരേണ്ടതിന് ചില അനുഭവങ്ങളിലൂടെ ദൈവം നിന്നെ നടത്തുമ്പോൾ നീ തിരിച്ചറിയണം. കഷ്ടങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, കാരാഗ്രഹങ്ങൾ വരുമ്പോൾ നീ തിരിച്ചറിയണം. ഇതിനകത്തൂടെ നിന്റെ ദൈവം കടത്തിവിടുമ്പോൾ നിന്നോട് സംസാരിക്കുവാൻ ദൈവത്തിനൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒരു മെസ്സേജ് ഇതിനോട് പറയുവാൻ ദൈവത്തിനുണ്ട്. നീ മടങ്ങി വന്ന് അനുഗ്രഹം പ്രാപിക്കണം, ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആ ദൈവം ഇതിൽ നിന്നെ ഈ വിഷയങ്ങളിലൂടെ ദൈവം കടത്തിവിടുന്നത്. മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. എന്നിട്ട് പരിഹാരമാർഗം കൂടെ കർത്താവ് പറയുന്നുണ്ട് കേട്ടോ ദൈവത്തിലെ. ആ 1-ാം വാക്യത്തിനകത്ത് കർത്താവ് പരിഹാരം പറയുക. നിങ്ങൾ ഒരു ഉപവാസം നിയമിക്കുവിൻ, സഭായോഗം വിളിക്കണം, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ, എന്നിട്ട് യഹോവയോട് നിലവിളിക്കണം. സഭകളിൽ നിലവിളിയില്ല. ഉപവാസ പ്രാർത്ഥനകൾ ചടങ്ങുകളാണ്. 4 പ്രസംഗങ്ങൾ കൊണ്ട് 2-3 പാട്ടുകൾ കൊണ്ട് അവസാനിപ്പിക്കുകയാ. ഉപവാസ പ്രാർത്ഥനയാണ്. ആ വാക്കിനകത്ത് തന്നെ ഉപവാസം എന്ന് പറഞ്ഞത് ചിലത് തെരിച്ചുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് വസിക്കുക, തമ്പുരാനോട് ബന്ധപ്പെടുന്ന പ്രാർത്ഥനയിലായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. ആലയത്തിനകത്തേക്ക് ഉപവാസ പ്രാർത്ഥനകൾ മടങ്ങി വരണം, നിലവിളി മടങ്ങി വരണം.
അനുതാപവും ദൈവസ്വരത്തിൽ സമർപ്പണവും മടങ്ങി വരണമെന്നാണ് 1:14 ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. 2-ാം അധ്യായം 15-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സിയോനിൽ കാഹളമോതുവിൻ, ഒരു ഉപവാസം നിയമിക്കുവിൻ, സഭായോഗം വിളിക്കുവിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ ശുദ്ധീകരിക്കുവിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെ മുലകുടിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുവിൻ. കേട്ട് എല്ലാവരും ക്രമീകരണം പ്രാപിക്കണം. ദൈവവിധനെ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ വെളിപ്പെടണമെങ്കിൽ, ആലയത്തിൽ സന്തോഷം വെളിപ്പെടണമെങ്കിൽ, വിത്ത് വേണ്ട രീതിയിൽ വളരണമെങ്കിൽ, നമ്മുടെ നന്മ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന യവന് ഭാഗ്യവാൻ. അവന്റെ കൈകളുടെ അധ്വാന ഫലം അവൻ തിന്നണമെങ്കിൽ, അവന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാകണമെങ്കിൽ, അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും നിൽക്കുന്ന ഒലിവൃക്ഷമാകണമെങ്കിൽ, യഹോവ സിയോനിൽ അവനെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. ഉപവാസം എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവിൻ. യഹോവ കൃപയും കരുണയും ഉള്ളവനല്ലോ. മടങ്ങി വരുന്നവനെ, മനസ്താപത്തോടെ വരുന്നവനെ, അനുദപിക്കുന്നവനെ, ഏറ്റുപറയുന്നവനെ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുന്നവനെ, ഏറ്റെടുക്കേണ്ടതിനെ ഏറ്റെടുക്കുന്നവനെ, അടുത്തു വരുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ഉപവാസം പ്രസ്തുതം ചെയ്യണം, സഭായോഗം വിളിക്കണം, ആലയത്തിനകത്ത് വരുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം. വലിയവരും മുതിർന്നവരും താണവരും എല്ലാം ഒരുമിച്ച് മുലകുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഒരുമിച്ച് കൂട്ടി വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ കേട്ടതുപോലെ ഹൃദയങ്ങളിൽ അകത്തുനിന്ന് അതിന്റെ സകല കന്മഷങ്ങളും മാറ്റി ദൈവ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം. അങ്ങനെ വന്നാൽ ദൈവം പറയാണ്, ഞാൻ കൃപയും കരുണയും നിറഞ്ഞവനാണ്. എന്നിട്ട് ഈ പുസ്തകത്തിനകത്ത്, യോബേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 5 പ്രാവശ്യം എന്റെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ചെയ്യും. മടങ്ങി വരുന്നവർക്ക് വേണ്ടി ഞാൻ ചിലത് ചെയ്യും. ഞാൻ ചെയ്യും. ദൈവത്തിലെ ആ പറച്ചിലിനകത്തൊരു ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവസന്നിധിയിൽ മടങ്ങി വരുന്നെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി തമ്പുരാൻ ചിലത് ചെയ്യാൻ പോവുകയാണ്. അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു ശക്തിക്കും അവന്റെ പ്രവൃത്തിയെ തടുക്കാൻ കഴിയത്തില്ല. അവൻ പറഞ്ഞു, ഞാൻ കൈനീട്ടും, ആർ തടുക്കും? ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ശരീരത്തിന്റെ വിടുതലിന് വേണ്ടി, അതിന് നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അവനൊന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അവന്റെ പ്രവൃത്തിയെ തടയുവാൻ കഴിയില്ല. 5 പ്രാവശ്യം യോബേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതിൽ 19-ാം വാക്യത്തിനകത്ത് അങ്ങനെ യഹോവ തന്റെ ജനത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ച് യഹോവ തന്റെ ജനത്തോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിന് തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ നിന്ന് ഞാൻ ചെയ്യും. 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിനകത്ത് നന്മ നീ അനുഭവിക്കുവാൻ തമ്പുരാന്റെ കരം അനുകൂലമായി വെളിപ്പെടണം. നിന്റെ നിന്ന മാറിപ്പോകുവാൻ, നിന്റെ കുടുംബജീവിതത്തിൽ നിന്റെ തലമുറയോട് ബന്ധപ്പെട്ട നിന്ദകൾ മാറിപ്പോകുവാൻ, നിന്റെ സഭയുടെ നിന്ദകൾ മാറിപ്പോകുവാൻ തമ്പുരാന്റെ കരം ചലിക്കണം. ആ കരം ചലിപ്പിക്കണമെങ്കിൽ നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. എന്നിട്ട് പറയുന്ന 5ാമത് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം തന്ന ശേഷം തമ്പുരാൻ പറഞ്ഞത്, അതിനുശേഷമോ ഞാൻ ചെയ്യാൻ പോകുകയാണ്. എന്ത്? സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാൻ എന്ത് ചെയ്യും? പകരും. ഇന്ന് പകൽ ദൈവം നാം അനുഭവിക്കുന്നത് ആ വാഗ്ദത്ത ദൂതന്റെ നിവർത്തിയാണ്. ഇന്ന് എന്റെ മേലും നിന്റെ മേലും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അവന് തമ്പുരാൻ തന്നതാണ്. ആ ആത്മാവ് പ്രാപിക്കുന്ന ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. ആ ആത്മാവ് അകത്തുള്ള ദൈവപൈതൽ ഇരിക്കുന്ന ഇടത്ത് ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവപൈതലെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ആത്മാവ് ആലടിയ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേര് ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഇന്ന് പകൽക്കാലം ആ പകർച്ചയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യഭാഷയിൽ ആത്മനിറവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദൂത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചത്. ശ്രദ്ധിക്കണമേ, നമ്മുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. കാരണം ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിയായി അന്ത്യകാലത്ത് സകലജനത്തിന് മേൽ ഞാൻ എന്റെ ആത്മാവിനെ. അപ്പോൾ ആത്മാവ് നമ്മുടെ മേലുണ്ട്. ശ്രദ്ധിക്കണമേ, ആത്മാവ് നമ്മുടെ മേൽ ഉള്ളപ്പോഴാ പിശാച് എഴുന്നേൽക്കുന്നത്. ആർക്കെതിരെയാണെന്നറിയാമോ?
അവന്റെ തലമുറയ്ക്കെതിരെ. ആത്മാവിൽ നടക്കുന്നവന്റെ തലമുറയ്ക്കെതിരെ പിശാച് എന്നും പോരാടും. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അതുകൊണ്ട് ആ തമ്പുരാൻ അടുത്ത വാഗ്ദത്തം പറഞ്ഞത്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്തോ ചെയ്യും? പ്രവചിക്കും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളെ, നീ നിന്റെ തലമുറയെ ആത്മനിറവിൽ അനുഗ്രഹിക്ക്. അവരെ നിങ്ങൾ വെറുതെ വിടരുത്. നിങ്ങളുടെ നാവ് കൊണ്ടവരെ അനുഗ്രഹിക്ക്. നീ പറ, എന്റെ പുത്രനും പുത്രിയും ആത്മാവെന്നതിൽ ശോഭിക്കും. ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതൽ, നീ നിന്റെ തലമുറയെ നോക്കി ആത്മനിറവിൽ സംസാരിക്കുമ്പോൾ പിശാച് അവന്റെ മേൽ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിയുകയാണ്. പകൽക്കാലം ആത്മാവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ട് തലമുറയുടെ മേൽ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ അടിച്ചു കളയുക. അവരുടെ മേൽ വ്യാപരിക്കുന്ന രോഗബന്ധനങ്ങളെ അടിക്കുകയാ. വളർച്ചയുടെ തടയുന്ന പോരുകളെ അടിക്കുകയാ. വലിച്ചുകൊണ്ടുപോകുന്ന ആത്മമണ്ഡലത്തിൽ വലിച്ചുകൊണ്ടുപോകുന്ന ദുഷ്ടശക്തികളെ യേശുവിന്റെ ആത്മാവിന്റെ അതിനെ അടിച്ചു കളയുക. യോബേൽ പ്രവാചകൻ പുസ്തകം എഴുതിയപ്പോൾ തുടങ്ങിയത് ദുഃഖത്തോടെയാണ്. കാരണം താൻ വിതച്ച വിത്ത് വളർന്നപ്പോൾ പച്ചപ്പുഴുവും വെട്ടിക്കിളിയും തുള്ളലും നശിപ്പിച്ചു. എന്നാൽ ദൈവം നഷ്ടപ്പെട്ടത് മടക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. മടക്കി തരുമ്പോൾ നഷ്ടപ്പെട്ടതല്ല മടക്കി തരുന്നത്. പുസ്തകം പറയുന്നത് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്കൊത്തവണ്ണം ഞാൻ അവർക്ക് മടക്കി തരും. ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ട ഏതെങ്കിലും അനുഭവം മടക്കി തരാനല്ല ദൈവം പറഞ്ഞത്. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്കൊത്തവണ്ണം. കഴിഞ്ഞ കാലങ്ങളിൽ ആരാധിക്കേണ്ട സമയം നഷ്ടപ്പെട്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ട സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങൾ സമാധാനത്തോടെ ജീവിക്കേണ്ട സമയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സന്തോഷിക്കേണ്ട സമയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ തമ്പുരാൻ ആ സമയങ്ങളെ മടക്കി തരാൻ പോവുകയാണ്. അതിനുശേഷമാണ് ഇവിടെയാണ് ശത്രു. ദൈവം മടക്കി തരുമ്പോഴാണ് ശത്രു എന്ത് ചെയ്യുന്നത്? പോരാടുന്നത്. ദൈവം മടക്കി തരുമ്പോഴാണ് ശത്രു പോരാടുന്നത്. ഒന്നുമില്ലാത്തവന്റെ വീട്ടിൽ കള്ളം കയറിയല്ല, എന്നാൽ എല്ലാം ഉള്ളവന്റെ വീട്ടിൽ ഏത് സമയത്തും കള്ളം ചെയ്യും കയറും എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് മടക്കി തരുമ്പോഴാണ് പിശാച് അവന്റെ പ്രവൃത്തി, ശത്രു അവന്റെ പ്രവൃത്തി ചെയ്യുന്നത്. ആ സമയത്താണ് ദൈവം പറയുന്നത്, ആ നന്മ നീ അനുഭവിക്കുവാൻ, ഞാൻ നിനക്ക് പിശാചിനെ പരാജയപ്പെടുത്തുവാൻ, ശത്രുവിന്റെ ഭവനത്തിൽ കയറാതെ നോക്കുവാൻ ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം തന്ന സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സൗഖ്യവും സമ്പത്തും നഷ്ടപ്പെടാതിരിക്കാൻ, അതിനെ ഓട്ടിക്കുവാൻ വരുന്ന പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവം തന്നെ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരും. ഇന്ന് പകൽക്കാലം ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ആരാധിക്കുമ്പോൾ നിനക്കെതിരെ വരുന്ന പിശാചിന്റെ ബന്ധനങ്ങളെ നീ അടിക്കുകയാണ്. നിന്റെ തലമുറയെ തകർക്കാൻ വരുന്ന പിശാചിനെ നീ വെട്ടുകയാണ്. ഇന്ന് പകൽക്കാലം ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയട്ടെ, ആത്മാവ് ചലിക്കുന്നിടത്ത് നീ മൗനമായിരുന്നാൽ പറ്റുകയില്ല. ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ നീ മൗനമായിരുന്നാൽ പറ്റുകയില്ല. Say something, do something. ആത്മാവ് ചലിക്കുന്നെങ്കിൽ നീ ചിലത് പറ. ആത്മാവ് ചലിക്കുന്നെങ്കിൽ നീയും കൂടെ ചലിക്ക്. ഇന്ന് പകൽക്കാലം നീ ആത്മാവിനനുസരിച്ച് ചലിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് പുസ്തകം പറയുമ്പോൾ ശിംശോൻ ചെയ്തു. ആത്മാവ് വന്നപ്പോൾ അടങ്ങിയിരിക്കില്ല. ആത്മാവ് വന്നപ്പോൾ അദ്ദേഹം എന്തോ ഒന്ന് കുടഞ്ഞെഴുന്നേറ്റു. ആത്മാവ് വന്നപ്പോൾ കുടഞ്ഞെഴുന്നേറ്റു എന്ന പുസ്തകം പറയുന്നത്. കുടഞ്ഞെഴുന്നേറ്റപ്പോൾ കെട്ടിയിരുന്ന കെട്ടുകൾ പൊട്ടി മാറി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നിടത്ത് ദൈവത്തിന്റെ പൈതൽ നീ മൗനമായിരിക്കാതെ നീ ചിലത് പറയാൻ തുടങ്ങിയാൽ ആത്മമണ്ഡലത്തിൽ നിന്റെ കൺമുൻപിൽ ചില അത്ഭുതങ്ങൾ വെളിപ്പെടും. പരിശുദ്ധാത്മാവ് 2-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 120 പേരുടെ മേൽ ഇറങ്ങി അങ്ങോട്ട് വന്നപ്പോ, സാധാരണക്കാരായ പഠിപ്പില്ലാത്തവരുടെ മേൽ ഇറങ്ങി വന്നപ്പോ, ആത്മാവ് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ആരുടെ മിണ്ടാതിരുന്നില്ല. അവര് ഒരുത്തൻ അങ്ങ് എഴുന്നേറ്റു. പ്രസംഗിക്കാൻ ആരും വിളിച്ചതല്ല കേട്ടോ. പത്രോസിനെ പ്രസംഗിക്കാൻ ആരും പുൽപ്പിറ്റിലോട്ട് വിളിച്ചില്ല. അങ്ങനെ പ്രസംഗിക്കാനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഇല്ല. പക്ഷേ ആത്മാവ് ചലിച്ചപ്പോൾ പത്രോസ് ചലിക്കാൻ തുടങ്ങിയ ദൈവത്തിന് പൈതലേ, ആത്മാവ് ചലിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് ചലിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ആത്മാവ് ചലിക്കുന്നിടത്ത് നീ സംസാരിക്കാൻ എഴുന്നേറ്റാൽ, നീ സംസാരിക്കാൻ തുടങ്ങിയാൽ, നീ ചലിക്കാൻ തുടങ്ങിയാൽ ഒരു 3000 നിന്റെ മുമ്പിൽ വീഴും. മനസ്സിലാവുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. 3.5 വർഷങ്ങൾക്ക് മുൻപ്, ശ്രദ്ധിക്കണം ദൈവത്തിന്റെ പൈതലേ, 3.5 വർഷങ്ങൾക്ക് മുൻപ് യേശു പത്രോസിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ പടകിൽ വെച്ച് പറഞ്ഞ ദൂതാണ്, നീ ഇനി മീൻപിടുത്തക്കാരനല്ല, ഞാൻ തന്നെ ആരാക്കാൻ പോകുക, മനുഷ്യനെ പിടിക്കാൻ പോകുക, മനുഷ്യനെ പിടിക്കുന്നവരാക്കാൻ പോകുക. വാഗ്ദത്തം കിട്ടിയിട്ട് 3.5 വർഷമായി. യേശുവിന്റെ കൂടെ നടന്നിട്ടും ഹല്ലേലൂയ വാഗ്ദത്തം നിവർത്തിയായിട്ടില്ല. എന്നാൽ ആത്മാവ് ചലിച്ചെടുത്ത് പത്രോസ് ചലിക്കാൻ തുടങ്ങിയപ്പോൾ, ആത്മാവ് ചലിച്ചപ്പോൾ പത്രോസ് ചലിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന്റെ പൈതലേ, ആത്മാവ് ചലിച്ചെടുത്ത് ആരും വിളിക്കാതെ എഴുന്നേറ്റ് ദൈവവചനം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, ആത്മാവ് ചലിക്കുന്നിടത്ത് യേശുവിനെ ഉയർത്താൻ തുടങ്ങിയപ്പോൾ, അന്ന് 3000 മനുഷ്യരെ പിടിച്ചുകൊണ്ട് 3.5 വർഷം മുൻപ്
വാഗ്ദത്തം നിവർത്തിയായെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് നിന്റെ മേലുണ്ടോ? നീ നിന്റെ തലമുറയെ നോക്കിക്കൊണ്ട് സംസാരിക്ക്. നീ ദൈവമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. നീ ആത്മമണ്ഡലത്തിൽ ജ്വലിക്കാൻ പോവുകയാണ്. പറ, ദൈവത്തിന്റെ പ്രവൃത്തി തലമുറയുടെ മേൽ വെളിപ്പെടും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന യുവക്കളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിന്റെ ഒന്നാം ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. രണ്ടാം ഭാഗം ദൈവം ഒരു ചിലടുത്ത് ഞായറാഴ്ച സംസാരിക്കാം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറയുന്ന ഒരു ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആത്മാവ് നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ, ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, നിന്റെ തലമുറയെ നോക്കിക്കൊണ്ട് പറ, എന്റെ തലമുറകൾ പ്രവചിക്കാൻ പോകുകയാണ്. എന്റെ തലമുറകൾ ആത്മമണ്ഡലത്തിൽ ശോഭിക്കാൻ പോകുകയാണ്. എന്റെ തലമുറകൾ അനുഗ്രഹിക്കാൻ പോകുകയാണ്. എന്റെ തലമുറകൾ ഞാൻ നന്മ അനുഭവിക്കാൻ പോകുകയാണ്. നീ പറഞ്ഞാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. കണ്ണുകളെ അടയ്ക്കാം. സമയം മുൻപോട്ട് പോലെ കണ്ണുകളെ അടയ്ക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവ് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ അവിടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇന്ന് പകൽക്കാലം ആത്മാവ് ചലിക്കുന്നു. നിനക്ക് സംസാരിക്കാൻ കഴിയുമോ? ആത്മാവ് ചലിക്കുന്നു. നിന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് നിനക്ക് പറയാൻ കഴിയുമോ? ആ രോഗബന്ധനങ്ങൾ അടിയാൻ പോവുകയാണ്. ആത്മാവ് ചലിക്കുന്നു. നിനക്ക് പറയാൻ കഴിയുമോ? രോഗമുള്ള നിന്റെ ഭാഗത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ? രോഗബന്ധനമേ യേശുവിന്റെ നാമത്തിൽ പുറത്തുപോ. നിനക്ക് പറയാൻ കഴിയുമോ? രോഗബന്ധനം അടിയട്ടെ എന്ന് പറയാൻ കഴിയുമോ? ആത്മാവ് ചലിക്കുമ്പോൾ നീ പറഞ്ഞാൽ ആത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെടും. നിന്റെ ഭവനത്തിനകത്തെ തകർച്ചകൾ, കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ ആത്മാവ് ചലിക്കുമ്പോൾ നീ പറ, യേശുവിന്റെ നാമത്തിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിലെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്റെ ശുശ്രൂഷ മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും. പറ, ആത്മാവ് ചലിക്കുമ്പോൾ say something, do something. ഒരത്ഭുതം നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവേ, തിരുമേനിയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പല ഭവനങ്ങളിൽ, പല സ്റ്റേറ്റുകളിൽ, എന്റെ മുൻപിലും പല സ്ഥലങ്ങളിലുമായി ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവേ, മങ്ങിയും മയങ്ങിയും ഇരിക്കുവാനല്ല, ആലലിയ ഉഷ്ണവാനും ശീതവാനുമായി മാറുവാനല്ല, ആലലിയ ആലലിയ സമശിഷ്ടവാനായി പകുതി അവിടെയും പകുതി ഇവിടെയും ആയിരിക്കുവാനല്ല, കർത്താവിന്റെ സന്നിധിയിൽ ഉണർവോടെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേറ്റ് ആലലിയ ആത്മാവിന്റെ ചൈതന്യം പ്രാപിച്ചുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തിരുമേനിയുടെ കരങ്ങളിലടികളെ സമർപ്പിക്കുന്നു. രോഗബന്ധനങ്ങളെ അഴിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ക്ഷീണങ്ങൾ, മന്ദിഭാവങ്ങൾ, തളർച്ചകളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ദൈവത്തിന്റെ ഉണർവ് വ്യാപരിക്കുവാൻ ദൈവത്തിന്റെ ജീവനെ അയക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ആത്മമണ്ഡലത്തിൽ അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജ്വലിക്കാൻ പോകുന്ന ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദപരിധി തന്നെ കേൾക്കുന്ന ആരിൽ കട്ടപ്പെട്ട് കിടക്കുന്ന എല്ലാ തലമുറകളെയും ഞാൻ അടിച്ചുവിടുകയാണ്. ഭാവിയെ കെട്ടി കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തെ വിരക്തിയാക്കി ആലലിയ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ പോരുകളെയും അഴിക്കുകയാണ്. ശാരീരികവും മാനസികവുമായി ആരിൽ കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളെയും അഴിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ഒരുമിച്ച് താഴ്ത്തുന്നു. കൃപ കൊണ്ട് നിറച്ചാട്ട ബഹുത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.